നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം 101 സങ്കീർത്തനമാണ്. വേദപുസ്തകം നമ്മളെല്ലാവരും അത് എടുത്തു വയ്ക്കുക. 101 സങ്കീർത്തനം 8 വാക്യങ്ങൾ മാത്രമുള്ളതായ ഒരു അനുഗ്രഹീത സങ്കീർത്തനമാണ് 101 സങ്കീർത്തനം. അത് ദാവീദ് രാജാവിൻ്റെ സ്വർഗീയ രാജാവിനോടുള്ളതായ ചില ഉടമ്പടികളാണ്. ഇത് ദൈവമക്കൾക്കുള്ളതായ ഒരു മാർഗരേഖയാണ്. ഇത് ദാവീദിൻ്റെ ഒരു നയപ്രഖ്യാപനമാണ് ഭരണവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ ജീവിതത്തിൻ്റെ പെരുമാറ്റ ചട്ടങ്ങളാണ്. വിശദാംശം ഞാനോട് പറഞ്ഞോളാം. ദൈനംദിന പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായ ചില കാര്യങ്ങൾ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ദൃഢനിശ്ചയത്തിൻ്റെ വാക്കുകൾ, ഒരു ദൈവഭക്തൻ്റെ പ്രതിജ്ഞകൾ, ഞാൻ ചെയ്യും ഞാൻ ചെയ്യുകയില്ല എന്നുള്ളതായ ദൃഢമായിരിക്കുന്ന ചില പ്രതിജ്ഞകൾ, എ സാം ഓഫ് പയസ് റെസല്യൂഷൻസ്, ഭക്തിനിർഭരമായിരിക്കുന്ന ചില നിർണായകമായ ദൃഢനിശ്ചയത്തിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ഇതിൽ ജീവിതത്തിൻ്റെ 5 ബന്ധങ്ങളുമായി സ്പർശിക്കുന്നതായ ചില തീരുമാനങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ജീവിതത്തിൻ്റെ 5 മേഖലകളുമായി ബന്ധിക്കപ്പെട്ടതായ തീരുമാനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഏതാണ് ഈ 5 മേഖലകൾ? ഈ 5 ബന്ധങ്ങൾ ഏതിലാണ്? ഒന്ന്, ദൈവത്തോടുള്ളതായ ബന്ധം, ഇൻ റിലേഷൻ ടു ഗോഡ്. 2, തന്നോട് തന്നെയുള്ളതായ ബന്ധം, ഇൻ റിലേഷൻ ടു പേഴ്സണൽ ലൈഫ്, തന്നോട് തന്നെയുള്ള ബന്ധം. 3, കുടുംബത്തോടുള്ളതായിരിക്കുന്ന ബന്ധം, ഇൻ റിലേഷൻ ടു ഫാമിലി. 4, സമൂഹത്തോടുള്ളതായ ബന്ധം, 4 സമൂഹത്തോടുള്ളതായ ബന്ധം, ഇൻ റിലേഷൻ ടു സൊസൈറ്റി, റിലേറ്റഡ് ടു സോഷ്യൽ ലൈഫ്. 5, കൂട്ടായ്മക്കാരുമായിട്ടുള്ളതായ ബന്ധം, ഇൻ റിലേഷൻ ടു ഫെലോഷിപ്പ് മെമ്പേഴ്സ്. അതല്ലേ നമ്മുടെ ജീവിതം മുഴുവൻ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മനുഷ്യ ജീവിതത്തിൽ 5 ബന്ധങ്ങളുമായി സ്പർശിക്കുന്നതായ തീരുമാനങ്ങൾ. വളരെ ലളിതമായ കാര്യങ്ങളാണ്. പക്ഷെ ഒരു കൊതി ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കർത്താവിൻ്റെ കൊതി എന്താ? ഇത് നിങ്ങൾ കേട്ടിട്ട് പോയാൽ പോരാ. ഇത് നിങ്ങൾ കേട്ട് വിട്ട് ശിക്ഷാവിധി അനുഭവിക്കുന്നവരായി തീരാൻ ഇടവരരുത്. ദൈനംദിന ജീവിതത്തിലെ 5 മേഖലകളിൽ ഒരു ദൈവവൈതൽ എങ്ങനെയെല്ലാം പ്രായോഗിക ജീവിതത്തിൽ ബന്ധങ്ങൾ മനോഹരമാക്കി തീർക്കണം. 101 സങ്കീർത്തനം 1-ാമത്തെ വാക്യം ആദ്യം വായിച്ച്. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ആദ്യത്തെ തീരുമാനം അതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിനക്ക് കീർത്തനം പാടും. ഐ വിൽ സിംഗ്, ഐ വിൽ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്തുതി. ഈശ്വര സ്തുതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രഥമ കർത്തവ്യമാണ്. ഏതിനെയെല്ലാം ഓർത്ത് പാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നടെ വായിച്ച്. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. ശ്രദ്ധിക്കണം, 2 കാര്യങ്ങളാണ്. 1, ദൈവത്തിൻ്റെ ദയ. 2, ദൈവത്തിൻ്റെ നീതി. കൊടും പാവിയായിരിക്കുന്ന ഞാൻ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഓടി വന്നപ്പോൾ മുടിയനായ പുത്രൻ്റെ സന്നിധിയിലേക്ക് സ്നേഹവാത്സല്യത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബനം നൽകി ഒന്നും ചോദിക്കാതെ വീട്ടിനകത്തേക്ക് കയറ്റി സ്വീകരിച്ച പിതാവാൻ ദൈവത്തിൻ്റെ ദയ. വൃത്തികെട്ട പാപം മുഴുവനായി ചെയ്ത് ജഡത്തിൻ്റെ സകല രാഗമോഹങ്ങളും സുഖിച്ചു നടന്ന ഭാവിയായ സ്ത്രീ കണ്ണുനീരുകൊണ്ട് കാല് കഴുകിയപ്പോൾ മകളെ നിന്റെ അനേകവിധമായ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് ദയ നിറഞ്ഞവനായി പറഞ്ഞ ദൈവത്തിൻ്റെ ദയ.
അതേ സമയത്ത് ഓർത്തുകൊള്ളണം, മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ആവർത്തിച്ച് പറയുന്ന ദൈവത്തിൻ്റെ നീതി. കാണാതെ പോയതിനെ ചുമലിലേറ്റി യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ചെമ്മരിയാടിനെയും കോലാടിനെയും വളരെ വ്യക്തമായി വേർതിരിക്കുന്ന ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്. അതിന് മാറ്റമില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, ദൈവം നിങ്ങൾക്കൊല്ലം ചെയ്തു തന്നിട്ടുണ്ടോ? സ്തുതിക്കാൻ വകയുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. GQ എന്ന് പറയുന്ന, IQ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ GQ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് കോൺഷ്യൻസ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണെന്നറിയാമോ? അത് നന്ദിയുടെ തോത്. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നന്ദി എറിഞ്ഞ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിക്കുണ്ടായി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ളതായ ഒരു ചികിത്സാ പദ്ധതി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദി ഹോളി തെറാപ്പി ഓഫ് താങ്ക്സ് ഗിവിങ്. ദൈവത്തിൻ്റെ സ്തോത്രം. സ്തുതിയാകുന്ന വിശുദ്ധ ചികിത്സ. നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ട്. പൗലോസ്ലിഹായും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരുന്നില്ല, തികച്ചും പ്രതികൂലമായിരുന്നു. ജീവൻ പോലും അപകടത്തിലാണ്. പക്ഷെ അന്തരംഗത്തിൽ സ്തുതി നിറഞ്ഞ് പാട്ടി സ്തുതിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അതിൻ്റെ താഴെ ഒരു വാചകം എഴുതി വെച്ചു. അത് നിങ്ങളൊന്ന് കുറിക്കുന്നത് നല്ലതാണ്. പാടുകളുടെ നടുവിൽ പാടുന്ന ഒരു വിശ്വാസി. മുഴുവൻ പങ്കപ്പാടാണ്. കാലും കൈയും ആമത്തിലാണ്, ജയിലിലാണ്, കൊന്നുവെന്ന് വന്നേക്കാം. തലേ ദിവസമെല്ലാം പട്ടിണിയിട്ട് അടിച്ച് തകർത്താ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ സ്തുതി നിറഞ്ഞു. ഓടാമ്പലുകളെല്ലാം ഇളകുവാൻ തക്കവണ്ണം ആ സ്തുതി അത്യുച്ചത്തിൽ ഉയർന്നു. പാടുകളുടെ നടുവിൽ പാടുന്ന ഒരു വിശ്വാസി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ദയയെയും ദൈവത്തിൻ്റെ നീതിയെയും ഓർത്ത് എന്നും സ്തുതിക്കുന്ന ഒരു പ്രകൃതി നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം 101-ാം സങ്കീർത്തനം 2, 3, 4 വാക്യങ്ങൾ വായിച്ചു. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ഏതാണെന്നറിയാമോ? ഞാൻ തുടങ്ങുകയാണ്. ഇൻ റിലേഷൻ ടു പേഴ്സണൽ ലൈഫ്. എല്ലാവരും ആ തീരുമാനം ഇന്ന് കർത്താവ് കാണുന്നില്ലേ? എന്നെ നിങ്ങളെയും കാണുന്നില്ലേ? ഇന്ന് ആരെല്ലാം വ്യക്തമായി വ്യക്തിപരമായി ഒരു തീരുമാനം പറഞ്ഞാൽ സ്വർഗം അത് രേഖപ്പെടുത്തി വെക്കുകയില്ലേ? നിങ്ങൾ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞത് സ്വർഗം കേട്ടിട്ടില്ലേ? രേഖപ്പെടുത്തിയിട്ടില്ലേ? പറഞ്ഞിട്ട് പോകാളൂട്ടോ മക്കളെ, പറഞ്ഞിട്ട് പോകാവുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. 2-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. കേട്ടോ നിങ്ങളെല്ലാവരും? എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നിഷ്കളങ്ക മാർഗം. ദൈവത്തിൻ്റെ സ്തോത്രം. an absolutely pure way, blameless way. ഹല്ലേലൂയ. തീരുമാനിക്കാമോ? ഞാൻ പൂർണ്ണ നിശ്ചയത്തോടെ ഓരോ കാലടികളും എടുത്തു വയ്ക്കും. അതിനകത്ത് ഒരിക്കലും അശുദ്ധി കാണുകയില്ല. പുറമേയുള്ള കാര്യമാണ് പറയുന്നത്. പ്രവൃത്തി, നിഷ്കളങ്ക മാർഗം. രണ്ടാമത്തെ എന്താണ്? 3-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ഒരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു നീച കാര്യം എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഞാൻ വെക്കുകയില്ല. അതിന് ഇംഗ്ലീഷിൽ ഐ ഡു ഹേറ്റ് ഓൾ സിൻസ്. നീചമായ, തെറ്റായ, വൃത്തികെട്ടതായ ഒരു കാര്യം കണ്ണിന് മുമ്പ് വെക്കില്ല എന്ന് എന്താ പറയുന്നത്? ഞാൻ തിരിഞ്ഞു നോക്കില്ല അതിലേക്ക്. വ്യക്തമായി തീരുമാനമുണ്ടോ? നമ്മുടെ കൂട്ടായ്മ, ദൈവത്തിൻ്റെ സ്തോത്രം, അത് തികച്ചും വ്യത്യസ്തമായിരിക്കണം. പാപവും ചെയ്തുകൊണ്ട് കൂട്ടായ്മ കൂടി നടക്കുന്ന ഒരു പ്രവണതയൊക്കെ നിർത്തണം. ഞങ്ങൾക്കൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട്. ഒരു കൂട്ടം വിശുദ്ധ ജനത്തെ വാർത്തെടുക്കണം. കറപറ്റാത്തതായ ആളത്വത്തിൻ്റെ ഉടമകളായിരിക്കുന്ന ഒരു കൂട്ടം സത്യവിശ്വാസികൾ. അധികം പേരൊന്നും വേണ്ട. എൻ്റെ മനസ്സിനകത്ത് എന്നും മുഴങ്ങി വരുന്ന ഒരു ശബ്ദമുണ്ട്. നോട്ട് ദി ക്വാണ്ടിറ്റി ബട്ട് ദി ക്വാളിറ്റി. ദൈവത്തിൻ്റെ സ്തോത്രം. അശുദ്ധി തീണ്ടാത്തതായ ഒരു വിശുദ്ധ ആളത്വം. ഒന്ന് നിഷ്കളങ്ക മാർഗം,
അതെന്നോട് പറ്റിച്ചേരുകയില്ല. നീചകാര്യം അത് എന്നോട് അടുക്കയില്ല, ഞാൻ തിരിഞ്ഞു പോലും നോക്കുകയില്ല. 4-ാമത്തെ വാക്യം എന്താണ് വായിച്ചത്? വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. എന്ത് വ്യക്തമായിട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പുറമേയുള്ളതായ പ്രവൃത്തികൾ മാത്രമല്ല, വക്രഹൃദയം. അടുത്ത വാക്യം എന്താ? എന്നോട് എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വക്രതയോ കാപട്യമോ വഞ്ചനയോ അസൂയോ ഇതൊന്നും കാണുകയില്ല. അതിൽ നിന്ന് ഞാൻ അകന്ന് ഒരു വിശുദ്ധനായി ജീവിക്കുകയാണ്. ദൈവത്തിന് അകവും പുറവും. ഐ വിൽ ലീഡ് എ ബ്ലെയിംലെസ് ലൈഫ്. ഹല്ലേലൂയ. എ ഹോളി ലൈഫ് തീരുമാനിക്കാവോ നിങ്ങൾക്ക്? ഇന്ന് മുതൽ ദൈവത്തിന് സ്തോത്രം. റൈറ്റ് ഫ്രം ടുഡേ ഓൺവേഴ്സ് ദൈവത്തിന് ഐ വിൽ ബി എ ബ്രാൻഡ് ന്യൂ ഹോളി പേഴ്സൺ. തീരുമാനം ആർക്കെല്ലാം വന്നിട്ടുണ്ട്? സ്വർഗം ഒന്ന് കാണട്ടെ. ദൈവത്തിന് വികാരത്തിൻ്റെ തിരത്തളിൽ നിന്ന് കൈ ഉയർത്തി തീരുമാനത്തിൻ്റെ കാര്യമൊന്നുമല്ലേ പറയുന്നു. ഉള്ളം ഹൃദയം ചലിച്ചുകൊണ്ട് പറയട്ടെ, കർത്താവേ, ഹൃദയ രഹസ്യങ്ങളെ കാണുന്ന അഗ്നിജ്വാലക്കൊത്ത 2 കണ്ണിൻ്റെ മുമ്പിലാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. ഫ്രം ദി ഹാർട്ട് ഓഫ് ഹാർട്ട്, എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് എൻ്റെ ഒരു കൊതി എൻ്റെ കർത്താവിനോട് പറയുകയാണ്. ഒരു നിഷ്കളങ്കവും വിശുദ്ധവും പരിഭാവനവുമായ ഒരു അന്തരംഗം എനിക്ക് തരണം. എൻ്റെ ഭാവവും എൻ്റെ മനസ്സും എൻ്റെ ചിന്താമണ്ഡലവും എൻ്റെ സ്വപ്നങ്ങളും വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് എന്ത് ഇഷ്ടമാണെന്നറിയാമോ കുഞ്ഞുങ്ങളെ? അത് ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേര് കാണും? ദൈവമേ വിസ തരണമേ, രോഗം വരാതെ കാക്കണമേ, ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കും. നമ്മുടെ കൂട്ടായ്മയിലെ പ്രത്യേകത ജീവിതത്തിൻ്റെ ആന്തരിക വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. ഹല്ലേലൂയ. യേശു അകത്ത് വസിക്കുന്നതായ തേജസ് മുച്ചിതായിരിക്കുന്ന ഹൃദയമുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെട്ടു. വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നു മുതൽ കറ പറ്റാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. 3-ാമത്തെ കാര്യം എന്താണ്? 101:2 വായിച്ച്. 101:2. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. അടുത്ത വാക്യം. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഇൻ റിലേഷൻ ടു ഫാമിലി, എൻ്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദൈവത്തിന് സ്തോത്രം. ഹൃദയം നിഷ്കളങ്കമായിരിക്കണം വീട്ടിലെ പെരുമാറ്റത്തിൽ. ഇന്ന് അനേകർ കൂട്ടായ്മയിലും ഓഫീസിലും മാലകമാരും വീട്ടിൽ പിശാചുക്കളുമാണ്. അത് പാടില്ല. പാപം തുടങ്ങിയത് വീട്ടിലാണ്. ആദാമിൻ്റെ കാര്യത്തിൽ, ഹവ്വയുടെ കാര്യത്തിൽ. മാനസാന്തരവും വിശുദ്ധീകരണവും തുടങ്ങേണ്ടതും വീട്ടിലാണ്. പള്ളിയിൽ ആടും വീട്ടിൽ ചെന്നായുമായി നിങ്ങൾ ആരും അവശേഷിക്കരുത്. കുടുംബം കലക്കുന്ന ഒരു വ്യക്തി ആയിരിക്കരുത് ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ. കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആരാണ് ഭാഗ്യവാൻ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉള്ളവരെന്നല്ല പറഞ്ഞത്. നോട്ട് ദോസ് ഹു ഹാവ് പീസ് ബട്ട് ദോസ് ഹു മേക്ക് പീസ്. ഒരിക്കലും ഒരു തീരുമാനം ഇവിടെ നിന്നെടുത്ത് ഇന്ന് ദൈവം തീരുമാനങ്ങൾ തരുന്ന ദിവസമാണ്. കുടുംബത്തിൽ ഒരിക്കലും സമാധാനം തകർക്കുന്ന ഒരു വാക്കോ ഒരു ചലനമോ ഒരു മുഖഭാവമോ എൻ്റെ പക്ഷത്ത് നിന്ന് വരികയില്ല. എന്നാൽ ഞാൻ സമാധാനം ഉണ്ടാക്കുന്നതായ ഒരു വ്യക്തിയായിരിക്കും. ഇന്ന് ഈ വന്നിരിക്കുന്നവരും ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും വ്യക്തിപരമായി ഇപ്രകാരം നിർണായകമായൊരു തീരുമാനം എടുത്താൽ നിങ്ങളുടെ വീട് ഒരു കൊച്ചു സ്വർഗമായി മാറുകയില്ല. കൃഷി ജീവിതത്തിൽ ഇന്നലകളില്ല. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ കൊണ്ട് വീട്ടിലേക്ക് ഉള്ളൂ ഒരു കൊച്ചു സ്വർഗം. 127-ാം സങ്കീർത്തനം പറയും, യഹോവ പണിയുന്ന വീട്. യഹോവ പണിയുന്ന വീട്. നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബം കൊച്ചു കൊച്ചു പറുദീസയായിരിക്കണം. സ്നേഹത്തിൻ്റെ ചൂടിൽ പാകം ചെയ്തതായ ഭക്ഷണം, ഊണുമേശയിൽ യേശു വാഴ്ത്തി തന്നതായ ആഹാരം. ദൈവത്തിന് സ്തോത്രം. കൃപയുടെ രുചി വരുത്തിയതായിരിക്കുന്ന കറികൾ. വീട് മുഴുവൻ സൂര്യപ്രകാശത്താൽ ശോഭിതമായിരിക്കുന്നു. സ്നേഹത്തിൻ്റെ പാല് കുടിച്ച് വളരുന്ന അനുസരണമുള്ളതായ മക്കൾ. പ്രാർത്ഥനയുടെയും ആരാധനയും സുഗന്ധധൂപം ഉയരുന്നതായ ഒരു ഭവനം. ക്രിസ്തുവിൻ്റെ മാർവിലെ ചൂട് അനുഭവിച്ചുകൊണ്ട് ഉറങ്ങുന്നതായ ഒരു കൂട്ടം കുടുംബാംഗങ്ങൾ.
ദൈവത്തിൻ്റെ സ്തോത്രം. അവർ അരുമനാഥന് തുളയ്ക്കപ്പെട്ട കാൽപാദം മുത്തിക്കൊണ്ട് അപ്പാ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വരും. യഹോവ പണിയുന്ന വീട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒരു കൊതി നിങ്ങൾക്കില്ലേ? നിങ്ങളെല്ലാവരും കൂടി നോക്കിയാൽ അത് നടക്കുകയില്ലേ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്ന്, ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. രണ്ട്, വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അകവും പുറവും തികഞ്ഞ വിശുദ്ധിയോടെ എന്നെ തന്നെ കാക്കും. മൂന്ന്, കുടുംബമായിട്ടുള്ളതായ ബന്ധത്തിൽ നരകതുല്യമായിരിക്കുന്ന എൻ്റെ വീട് ഇന്നു മുതൽ ദൈവത്തിൻ്റെ മന്ദിരമായി ഞാൻ കാത്തു സൂക്ഷിക്കും. ഒരു കൊച്ചു സ്വർഗം പോലെ ഞാൻ അതിനെ പരിപാലിക്കും. നാലാമത്തെ കാര്യം എന്താണ്? 101 വാക്യം വായിച്ച 3. ഞാൻ ഒരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം വളരെ വ്യക്തമാണ്. ശ്രദ്ധ വെച്ച് നിങ്ങൾ കേൾക്കണം. ഓരോ വ്യക്തിയുടെയും ദൈവത്തിന് സമൂഹവുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട്, മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട്, നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്നവരിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ആരോടെല്ലാം ബന്ധപ്പെട്ടാണ് ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. സമൂഹ ജീവിതത്തിൽ സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം എന്താ വായിച്ചേ? ഞാൻ ഒരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. അടുത്ത വാക്ക്, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. എന്നോട് ചേർന്ന് പറ്റുകയില്ല. ദൈവത്തിന് അർത്ഥം മനസ്സിലായോ? ഞാനൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് കേട്ടെ. ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ ആത്മാവിൽ നടത്തിയ ഞങ്ങൾ പപ്പ എന്ന് വിളിക്കുന്ന വാത്സല്യ പിതാവ് ഞങ്ങൾക്ക് പറഞ്ഞത്, വിശുദ്ധിയും വേർപാടും ഒന്നിച്ചു പോകുന്നതാണ്. വേർപാടില്ലാതെ വിശുദ്ധിയിൽ നമ്മെ തന്നെ കാക്കുവാൻ സാധ്യമാകിയില്ല. അവിശ്വാസികളുമായി ഇണയില്ല പിണ ചേർന്നുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച! ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ജെറോം ഇപ്രകാരം പറയുന്നുണ്ട്. ദൈവമക്കളെ, ക്രമം കെട്ട് നടക്കുന്നവർ, വഴിതെറ്റി നടക്കുന്നവർ, അവരുമായി തോളത്ത് കൈപിടിച്ച് നടക്കുന്നതായ കൂട്ടായ്മക്കാരെ അകത്ത് കയറ്റാൻ കൊള്ളുകയില്ല എന്ന്. എല്ലാവരും ശ്രദ്ധിച്ചോളണം. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ കൂടെ നടക്കേണ്ട ദൈവത്തിൻ്റെ മാലാഖിയാണ്. ആരോടും ഇണയില്ല പിണ ചേർന്ന് നടക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ 5-ാമത്തെ വാക്യം വായിച്ച്, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നതിനെ ഞാൻ നശിപ്പിക്കും. എല്ലാവരും കേട്ടോളണം കേട്ടോ. വളരെ ഗൗരവത്തോടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നത്. ഏഷണി പറയുന്ന ഒരൊറ്റ വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ കാണരുത്. അതൊരു പതിവായി മാറിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് അരുമനാഥൻ്റെ നാവ് ചലിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങളുടെ വാക്കുകൾ ഉവ്വോ ഉവ്വോ എന്നും ഇല്ല ഇല്ല എന്ന് മാത്രമായിരിക്കട്ടെ, അതിലധികമായതെല്ലാം പിശാചിൽ നിന്ന്, ദുഷ്ടനിൽ നിന്ന് വരുന്നുള്ള സത്യമല്ലേ? എവിടെയും എന്തിനും ആരുടെയും കാര്യമെടുത്ത് ഏഷ പറയാൻ മടിയില്ലാത്തതായ ഒരു കൂട്ടം കൂട്ടായ്മക്കാര് അല്ല ദൈവമക്കളെ ആവശ്യമായിരിക്കുന്നു. അതൊന്നും നിർത്തരുത് ദയവ് ചെയ്ത്. യേശു ആണെങ്കിൽ ഈ വാക്ക് പറയുമോ? ആ വ്യക്തിയുടെ സാന്നിധ്യമില്ലാതെ മൂന്നാമതൊരാളുടെ കുറ്റം ഞാൻ പറയുമോ? ഒന്ന്, ക്രമം കെട്ട് നടക്കുന്നവർ. രണ്ട്, ഏഷണി പറയുന്നവർ. മൂന്നാമത്തെ കാര്യം എന്താ? 5-ാമത്തെ വാക്യം കൊണ്ട് വായിച്ച്. 5-ാമത്തെ വാക്യം, ഉന്നത ഭാവം. ഉന്നത ഭാവം. അതും കൂടെ കേട്ടെ നിങ്ങൾ. ഞാൻ ഇവിടെ 5 കാര്യങ്ങൾ പറഞ്ഞു. വേർപാട് പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വേർപാട് പാലിക്കണം. 5 കൂട്ടം ആളുകളോട് വേർപാട് പാലിക്കണം. 3-ാം വാക്യം, 5-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം. ഒന്ന്, ക്രമം കെട്ട് നടക്കുന്നവർ, വിക്കറ്റ്. 5-ാമത്തെ വാക്യം, ഏഷണി പറയുന്നവർ. ദൈവത്തിൻ്റെ സ്തോത്രം. ഉന്നത ഭാവവും നിഗളവും ഉള്ളവർ. കൂട്ടായ്മയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എല്ലാവരുടെയും മുമ്പിലൊന്ന് തലക്കനത്തോടെ തലമുയർത്തി നടക്കണം, അഹങ്കാരത്തോടെ നട്ടെല്ല് നിവർത്തി തലപൊക്കി സ്ഥാനമോഹത്തോടെ നടക്കുന്നവർക്ക് കൂടി വരാനുള്ള രംഗമല്ല ഇത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു കാണിച്ചതെന്ന ഒറ്റ കാര്യം, ബാക്കിയെല്ലാം ഉപദേശം തന്നെ. ബാക്കിയുള്ളവരെല്ലാം കസേരയിലിരിക്കുന്നു, പക്ഷെ ഒരാൾ താഴെയിരിക്കുന്നു, അരയിൽ ഉറുമാല് കെട്ടി. ആരാണ് അണ്ടകടാകത്തിൻ്റെ ഉടയവൻ? ആരാണ് കസേരയിൽ നിന്ന് ആരുടെ കാല കഴുകുന്ന മീനുളുമ്പ് നാറുന്ന മുക്കുവന്മാരുടെ? ഇന്ന് നമുക്ക് വേണ്ടതോ ഉന്നത സ്ഥാനം, അഹങ്കാരം, ലീഡർഷിപ്പ്, നേതാവ്.
ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സ്വർഗത്തിൻ്റെ പടിവാതിൽ കാണുകയില്ല. ഞാനിപ്പം ഗൗരവമായിട്ടാണ് പറയുന്നത്. ഉന്നതഭാവവും നിഗളവുമുള്ളവർ എനിക്ക് വെറുപ്പ്. 7-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? വഞ്ചന ചെയ്യുന്നവനും ഫോഷ്ക്ക് പറയുന്നവൻ. ദൈവത്തിന് സ്തോത്രം. വഞ്ചനയുടെ മറ്റൊരു വാക്ക് വരരുത്. വാക്കുകൾ എന്നും ഇല്ല ഇല്ലെന്ന് മാത്രമായിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സമൂഹത്തിൽ നാം ഓരോരുത്തരും സാക്ഷ്യമുള്ളവരായിരിക്കണം. വി മസ്റ്റ് ബി ഡിഫറൻറ്റ്. ഇരുട്ടിൻ്റെ മധ്യത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരാൻ ധൈര്യപ്പെടില്ല. ഒന്ന് കത്തി ജ്വലിച്ച് യേശുവിൻ്റെ മണവും പ്രകൃതിയുമുള്ള ദൈവമക്കളെ നീട്ടുന്നത് തന്നെത്താൻ അകന്നു പോവും. ഞങ്ങളൊക്കെ അനുഭവിച്ച കാര്യമാണ്. ആരും അയച്ചു നിർത്തണ്ട, തന്നെത്താൻ അകന്നു പോവും. ഏറ്റവും അവസാനം എന്താണ്? ദൈവത്തിൻ്റെ സ്തോത്രം, ഫെലോഷിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ കൂട്ടായ്മക്കാർ. വായിച്ച് 101:6 വായിച്ച്. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുവാറാകും. ദേശത്തിലെ വിശ്വസ്തന്മാർ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ദേശത്തുണ്ട്. വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങളിൽ യോഹന്നാൻ അത് വളരെ വ്യക്തമായി പറയുന്നു. പലതരത്തിലുള്ള കൂട്ടർ, മരിച്ചവരുണ്ട്, ജീവനുണ്ട്, പേരുണ്ടെങ്കിലും മരിച്ചവരായിരിക്കുന്നവരുണ്ട്, ചാവാറായി ശേഷിപ്പുണ്ട്. പക്ഷേ വായിച്ച് 4-5 വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ മധ്യത്തിൽ, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കേട്ടോ? എൻ്റെ ദൈവമേ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ ഈ കാൽവറി തറവാട്ടിലുണ്ട്. ഹല്ലേലൂയ. ആളുകൾ എന്തെല്ലാം പറഞ്ഞോട്ടെ, അതിന് നമ്മളുടെ ജീവിതം മറുപടി കൊടുക്കണം. ഞങ്ങൾക്കൊക്കെ നല്ല വ്യക്തമായിട്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഈ ദേശത്തും വിദേശത്തുമുള്ളതായ ആളുകൾ ഇതിൽ സ്ഥിരമായി ആത്മാർത്ഥപരമായിട്ട് വരുന്ന കാൽവറി തറവാട്ടിലെ മക്കളാണോ? ഒരു നുണ പറയുമോ? ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. 10 രൂപയുടെ കാര്യത്തിൽ ഒരു വഞ്ചന കാണിക്കുമോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. ആണും പെണ്ണും എന്തെല്ലാം കാര്യങ്ങളിൽ ചേർന്ന് രാത്രിയോ പകലോ ദിനരാത്രങ്ങൾ നടന്നാലും ഒരു ചെറുവിരൽ കൊണ്ട് തൊട്ട രശിത്തി പറ്റുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അഹങ്കാരത്തോടെ ഹുങ്കോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന അഹങ്കാര മോഹമുള്ളവരുണ്ട്. എന്ത് വിനയമാ കൂട്ടായ്മയിൽ ദൈവമക്കൾക്ക്! എന്തൊരു വിശുദ്ധി! എന്ത് യോഗ്യമായിട്ട് ഇടപെടുന്നു! എന്തെല്ലാം ഉപദ്രവിച്ചാലും ചീത്ത പറഞ്ഞാലും കള്ളത്തരം പറഞ്ഞ് അവരെ എല്ലാം വഞ്ചിക്കാൻ നോക്കിയാലും അവർക്ക് സ്നേഹം മാത്രം. ഹോളി മെൻ ഓഫ് ഗോഡ്. ദൈവമക്കളെ, അങ്ങനെ ഒരു ആശ്വാസം ഈ വാർദ്ധക്യത്തിലേക്ക് വന്നിരിക്കുന്ന എനിക്കൊക്കെ തരാമോ? നിർണായകമായൊരു തീരുമാനമെടുത്ത് എത്ര വ്യക്തമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തു തല, നാം ശരീരത്തിൻ്റെ അവയവങ്ങൾ. ഇതിലേത് അവയവം വലുത് ചെറുത് ഒന്ന് പറഞ്ഞേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒന്നാണ് നമ്മൾ. പാവപ്പെട്ടതായ ഒരു ദൈവവൈതനെ ഉന്നതനായിരിക്കുന്നതായ ഒരു വ്യക്തിയെയും വീണ്ടെടുത്തിരിക്കുന്ന കുഞ്ഞാടിൻ്റെ ചങ്കലെ ചോരയല്ലേ ഞാൻ പിന്നെ കുറേ അവനേക്കാൾ വലുതാണെന്ന് ചിന്തിച്ചാലോ? ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കൂട്ടായ്മയുടെ ബന്ധം. ഇനി ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്കാണ് യോഹന്നാൻ പറഞ്ഞു തന്നിരിക്കുന്ന കാൽവറി തറവാട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്തു പറയുന്നു? ഈ 5 വേദികളിൽ നിങ്ങൾക്ക് സാക്ഷ്യത്തോടെ നിൽക്കാമോ? ദൈവമായിട്ടുള്ള ബന്ധം ഒരിക്കലും പിരിയാതെ സ്നേഹത്തോടെ കാത്തു പരിപാലിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയുടെ സുഗന്ധം പരത്തുന്നവരായിരിക്കണം. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബം കൊച്ചു സ്വർഗമായിരിക്കണം. സമൂഹത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം ഉടുപ്പ് മലിനമാകാത്ത കുറേ പേരുടെ കൂട്ടമായി മാറണം. ദൈവത്തിൻ്റെ സ്തോത്രം. അശുദ്ധിയും ദൈവമക്കളെ വിശുദ്ധിയും ഒന്നിച്ചു പോകില്ല. വേർപാട് പാലിക്കുന്നിടത്ത് വേർപാട് പാലിക്കണം. കൂട്ടായ്മയിൽ ദൈവമക്കൾ ഒരു മനസ്സോടെ നിൽക്കണം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ആരെല്ലാം തീരുമാനമെടുത്തിട്ടുണ്ട്? ആരെല്ലാം ജീവിതം കർത്താവെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരുമനാഥൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്? ആരെല്ലാം ഇന്ന് വ്യക്തമായൊരു തീരുമാനമെടുക്കുന്നുണ്ട്? ആരെല്ലാം മനസ്സറിഞ്ഞൊരു പാപത്തിലേക്കില്ല എന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്?
ആരെല്ലാം കർത്താവിനോട് പറയുന്നുണ്ട്, വന്നതെല്ലാം വന്ന് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധൻ, ഒരു വിശുദ്ധ. ഇന്ന് ഞാൻ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവനായി മാറും. കൂട്ടായ്മയ്ക്ക് ഞാൻ എൻ്റെ മുതൽ കൂട്ടായിരിക്കും. എൻ്റെ ജീവിതമായിരിക്കും എൻ്റെ സന്ദേശം. കർത്താവേ, അതിനുള്ളതായ കൃപ എനിക്ക് തരണമേ. ഈ കാൽവറി തറവാട്ടിൽ ഒരു മനസ്സോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേ. കാൽവറിയിലെ രക്തത്താൽ ഇപ്പോൾ ഞങ്ങളെ ഒന്ന് കഴുകണമേ. കെട്ടുപോയ ദീപങ്ങളെ കത്തിക്കണമേ. ബുദ്ധി ഉള്ളഞ്ചിച്ച് കന്യകമാരെ പോലെ അരുമനാഥൻ്റെ വരവെങ്കിൽ മണവാളനോടുകൂടി മണവറയിൽ പ്രവേശിക്കുന്ന സ്വർഗീയമായ ഭാഗ്യാവസ്ഥയിലേക്ക് ഞങ്ങളെല്ലാവരെയും നടത്തണമെന്ന് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.